അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അങ്ങനെ ഹലീമ ബീവിയും ഭർത്താവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അതായത് ആ പുൽമേടില് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ലംറമോനും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു തീർച്ചയായിട്ടും മലക്കുകൾ വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചി പിളർത്തിയിട്ട് ആ ഒരു ചരിത്രത്തിന്റെ ഭാഗം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശോധന ഹലീമ ബീവിയും ഭർത്താവും നടത്തുമ്പോൾ അവരുടെ ശ്രദ്ധയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലെ, അതായത് കഴുത്തിന്റെ കീഴെ തോളിന്റെ ഒക്കെ ഭാഗത്ത് ചേർന്നിട്ട് ഒരു പ്രവാചക മുദ്ര കാണപ്പെട്ടു എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ചരിത്രത്തിന്റെ ആ ഒരു ഭാഗത്തില് നമുക്ക് ഇൻഷാ അല്ലാഹ് എന്താണ് ആ പ്രവാചക മുദ്രയെ കുറിച്ചിട്ട് ഒന്ന് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ് നല്ലൊരു ആയത്ത് ശരീഫ് കേട്ടതിന് ശേഷം. वो शहरे मोहब्बत जहाँ मुस्तफा है, वहीं घर बनाने को जी चाहता है। वो शहरे मोहब्बत जहाँ मुस्तफा है, वहीं घर बनाने को जी चाहता है। वो सोने से कंकर, वो चांदी सी माटी नजर में बसाने को जी चाहता है। वो शहरे मोहब्बत जहाँ मुस्तफा है, वहीं घर बनाने को जी चाहता है। जो पूछा नबी ने कि कुछ घर पे छोड़ा, तो सिद्दीक़ अकबर के होंठों पे आया। जो पूछा नबी ने कि कुछ घर पे छोड़ा, तो सिद्दीक़ अकबर के होंठों पे आया। वहाँ मालो दौलत कि क्या है हकीकत, वहाँ मालो दौलत कि क्या है हकीकत। പ്രവാചകത്വത്തിന്റെ മുദ്രയാണത്. ഖാതമുൻ നുബുവ എന്നാണ് അറബിയിൽ പറയുക. ജന്മനാ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുമലിൽ മുദ്രയുണ്ട്. ഇപ്പോൾ സവിശേഷമായ ഒരു ശ്രദ്ധ അതിലേക്ക് എത്തിയെന്നതേ ഉള്ളൂ. മാടപ്രാവിന്റെ മുട്ടയുടെ ആകൃതിയിലുള്ള മാംസത്തിന്റെ തന്നെ ഒരു തടിപ്പ് അല്പം രോമാവൃതമായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഹദീസിലൊക്കെ വന്നിട്ടുള്ളത്. ഹലീമയും ഭർത്താവും ആലോചനയിലാണ്. ഇനി എന്ത് ചെയ്യും? എത്രയും വേഗം മക്കയിലേക്ക് പോകാം, ഉമ്മയെ ഏൽപ്പിച്ച് കാര്യം ധരിപ്പിക്കാം. ഇതിനിടയിൽ മറ്റൊരു ഭയം കൂടി കടന്നു വന്നു. പ്രവാചകത്വ മുദ്രയുള്ള കുട്ടിയെ വേദക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വാഗ്ദത്ത പ്രവാചകനാണ് ഇതെന്ന് അവർ മനസ്സിലാക്കി. ജൂതന്മാർ ശത്രുതയോടെയാണ് നോക്കുന്നത്. ഹലീമ മകനെയും കൊണ്ട് മക്കയിലേക്ക് ആമീന ബീവിയെ സമീപിച്ചു. കാര്യങ്ങൾ ചുരുക്കി പറയാമെന്ന് വെച്ചെങ്കിലും ആമീന ബീവി വിശദാംശങ്ങൾ തേടി. ഒടുവിൽ എല്ലാം തുറന്നു പറയേണ്ടി വന്നു. പ്രവാചക മുദ്ര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മന തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സുന്ദരമായ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ആ ഒരു തടിപ്പ്. തീർച്ചയായിട്ടും ജൂതന്മാരൊക്കെ പിന്നീട് ശത്രുതയോടെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞുമോനെ, മുത്തുനബി തങ്ങൾ എന്ന കുഞ്ഞുമോനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് തിരിച്ചറിഞ്ഞ ഹലീമ ബീവി മുത്തുനബിയെ സംരക്ഷണാർത്ഥം ആമിന ബീവിയുടെ കൈകളിലേക്ക് എത്രയും വേഗം ഹബീബായ തങ്ങളെ ഏൽപ്പിക്കണം എന്നുള്ള ചിന്തയിലേക്കായി. കാര്യങ്ങളൊക്കെ അവിടെ എത്തി, മക്കയിലെത്തി ആമിന ബീവിയെ ധരിപ്പിക്കാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. എന്താണ് റിയാക്ഷൻ, ആമിന ബീവി എന്താണ് പറയുക എന്നുള്ള ആ ഒരു ഇതുണ്ടാവില്ല. കാരണം സംരക്ഷിക്കാൻ ഏൽപ്പിച്ച്, മുല കുടിക്കാൻ ഏൽപ്പിച്ച് മകൻ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളത്. അപ്പം ആമിന ബീവി ചോദിക്കുമ്പോൾ എന്താണ് പറയുക ഉത്തരം എന്നുള്ള ഒരു പേടി ഹലീമ ബീവിക്ക് ഉണ്ടായിരുന്നു. എങ്ങനെ ആയാലും ആമിന ബീവി കാര്യങ്ങൾ എന്താണെന്ന് തുറന്നു പറയാന് ഹലീമ ബീവിയോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഹലീമ ബീവി അവിടെ തുറന്ന് പറയുന്നുണ്ട് കാര്യങ്ങൾ. നമുക്ക് ഏതായാലും ആ ഭാഗത്തേക്ക് കടക്കാം. ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയത്ത് ശരീഫ് കേട്ടതിന് ശേഷം.
इजाजत अगर दो तो जामे शहादत, इजाजत अगर दो तो जामे शहादत लबों से लगाने को जी चाहता है. അതെ, സ്വന്തം മോന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആഗ്രഹം ആമിന ബീവിയിൽ വളരെ അധികം ഉടലെടുത്തു. അപ്പോൾ ഹലീമ ബീവി തീർച്ചയായിട്ടും പറയാൻ നിർബന്ധിതയായി. എല്ലാ കാര്യങ്ങളും ഹലീമ ബീവി തുറന്നു പറഞ്ഞു. പക്ഷേ ആമിന ബീവിയിൽ ആശങ്കകളൊന്നും കണ്ടില്ല. പകരം ഹലീമ ബീവിയെ ആശ്വസിപ്പിച്ചു. മഹത്തായ പദവികൾ എൻ്റെ മകനെ കാത്തിരിക്കുന്നു. ഗർഭകാലത്തെ അനുഭവങ്ങൾ കൂടി ചേർത്ത് പറഞ്ഞു. എങ്കിൽ പിന്നെ മകനെയും കൊണ്ട് തന്നെ മടങ്ങാനെന്നായി ഹലീമ. പക്ഷേ ആമിന ബീവി അനുവദിച്ചില്ല. ഹൃദയപൂർവ്വം യാത്രാമംഗളങ്ങൾ നേർന്നു. ഉമ്മയും മകനുമൊത്തുള്ള ജീവിതത്തിന്റെ നാളുകൾ. കുടുംബത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട മോന്. സമപ്രായക്കാരായ കുടുംബത്തിൽ വേറെയും അംഗങ്ങളുണ്ട്. പിതാമഹന്റെയും വൃദ്ധ സഹോദരന്മാരുടെയും മക്കൾ, പ്രത്യേകിച്ച് ഹംസയും സൊഫിയയും. പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ മക്കളാണവര്. 3 പേരും തമ്മിൽ സുദൃഢമായ ബന്ധമായിരുന്നു. മധുരമായ 3 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. കഅബയുടെ ചാരത്ത് അബ്ദുൽ മുത്തലിബിന് പ്രത്യേകം ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു. കുട്ടികൾ ആരും അതിലിരിക്കുമായിരുന്നില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, മുത്തുനബി തങ്ങള് മോന് അവിടെ അധികാരമുണ്ടായിരുന്നു. ഈ പരിഗണനയെ കുറിച്ച് പ്രമാണികൾ പലരും ചോദിച്ചു. ഈ മകനിൽ പല അത്ഭുതങ്ങളും ഞാൻ കാണുന്നു എന്നായിരുന്നു വല്യപ്പയുടെ മറുപടി. ആകർഷകമായ ഏറെ ഭാവങ്ങൾ മകനിൽ പ്രകടമായിരുന്നു. മകന് 6 വയസ്സായപ്പോൾ ഉമ്മ ആമിനക്ക് ഒരു മോഹം, മകനുമൊത്ത് യസ്രിബിലെ ബന്ധുക്കളെ ഒന്ന് സന്ദർശിച്ചാലോ എന്ന്. അധികം വൈകാതെ ഒരു കച്ചവട സംഘത്തോടൊപ്പം യാത്രയായി. പരിചാരക ഉമ്മു ഐമന് ഒപ്പമുണ്ടായിരുന്നു. 2 ഒട്ടകപ്പുറത്തായിട്ടാണ് യാത്ര ചെയ്തത്. യസ്രിബിലെത്തി ബന്ധുക്കളോടൊപ്പം ദിവസങ്ങൾ കഴിഞ്ഞുകൂട്ടി. മകനുമായി പ്രിയപ്പെട്ട ഭർത്താവായിരുന്ന അബ്ദുള്ളയുടെ ഖബറിടം സന്ദർശിച്ചു. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ന കുഞ്ഞു മോനില് ഒരുപാടധികം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. മറ്റുള്ള എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരുന്നു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന കുഞ്ഞു മോനില്. അതുകൊണ്ട് തന്നെ വല്യുപ്പാക്ക് മുത്തുനബിയെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിന്റെ ഭാഗത്തിൽ കണ്ടല്ലോ, പിന്നെ വല്യുപ്പ ഇരിക്കുന്ന ഒരു പ്രത്യേക സ്ഥാനത്ത് മറ്റു കുട്ടികൾക്ക് പിന്നെ ഇരിക്കാനുള്ള ഒരു സംഭവം ഇല്ലെങ്കിലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇരുത്താന് പിന്നെ വല്യുപ്പ അബ്ദുൽ മുത്തലിബ് പ്രത്യേകം ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആളുകളൊക്കെ ചോദിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്യുപ്പ പറയുക, ആ കുട്ടിയില് നല്ല വലിയ പ്രത്യേകതകൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇനായത്ത് ഷരീഫിന്റെ അടുത്ത ഭാഗത്തിലേക്ക് കടന്നിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് ചർച്ച നിർത്തിയിട്ട് നല്ലൊരു മധുഹുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. सितारों से ये चांद कहता है हर दम, तुम्हें क्या बताऊं वो टुकड़ों का आलम, इशारे में आका कि इतना मजा था, इशारे में आका कि इतना मजा था कि फिर टूट जाने को जी चाहता है. वो शहरे मोहब्बत जहाँ मुस्तफा है, वहीं घर बनाने. അന്നത്തെ അനുഭവങ്ങളൊക്കെ നല്ല നല്ല രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പിൽക്കാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കുവെക്കാറുണ്ടായിരുന്നു. അതായത് ഹദ്റജുകാരുടെ കുളത്തിലൊക്കെ നീന്തി കുളിച്ചതും കുട്ടികളോടൊപ്പം പട്ടം പറപ്പിച്ചതും ഒക്കെ രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ മുത്തുനബി തങ്ങള് പിൽക്കാലത്ത് ഇങ്ങനെ പങ്കുവെക്കാറുണ്ടായിട്ടുണ്ടായിരുന്നു. ഏതായാലും മക്കയിലേക്ക് വീണ്ടും മടങ്ങാറായി. വഴിയിൽ സഞ്ചരിക്കുന്നതിനിടയിൽ സ്വന്തം ഉമ്മയായ ആമിന ബീവിക്ക് അസുഖം ബാധിക്കുകയാണ്. എന്താണല്ലേ ചരിത്രം? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിച്ച് സ്വന്തം ഉപ്പ മരണപ്പെട്ടു വിട പറഞ്ഞു ലോകത്തോട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തം ഉപ്പയുടെ പൂമുഖം നേരിൽ കാണാൻ പോലും കഴിഞ്ഞില്ല.
അതെ, അങ്ങനെ ജനിച്ച് ഉപ്പയുടെ തണലില്ലാതെ അനാഥ ബാലനായിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ജീവിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും 6-ാമത്തെ വയസ്സാവുമ്പോഴേക്ക് സ്വന്തം ഉമ്മയും വിട പറയാനാവുകയാണ്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തൊരു മതമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.